Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സീറ്റ് ധാരണ. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ് AAP സഖ്യം മത്സരിക്കും. പഞ്ചാബിൽ സഖ്യമില്ലാതെ ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കും. ഇന്ത്യ മുന്നണിയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളായെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. ഇന്ത്യ മുന്നണിക്ക് ഊർജം പകരുന്നതാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം. ദില്ലി, ഗുജറാത്ത്, ഹരിയാന, ഗോവ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ സഖ്യം യാഥാർത്ഥ്യമായി. 7 ലോക്സഭാ മണ്ഡലമുള്ള ദില്ലിയിൽ നൈദില്ലി, സൗത്ത് ദില്ലി, ഈസ്റ്റ് ദില്ലി, വെസ്റ്റ് ദില്ലി എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും. നോർത്ത് ഈസ്റ്റ് ദില്ലി, നോർത്ത് വെസ്റ്റ് ദില്ലി, ചാന്ദ്രി ചൗക്ക് എന്നീ മണ്ഡലങ്ങൾ കോൺഗ്രസ് നൽകി. 26 മണ്ഡലമുള്ള ഗുജറാത്തിൽ 24 കോൺഗ്രസും 2 AAP മത്സരിക്കും. ഭാവ്നഗർ, ബറൂച്ച് എന്നിവയാണ് AAP മത്സരിക്കുന്ന സീറ്റുകൾ. കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മണ്ഡലമായിരുന്ന ബറൂച്ചിനായി അദ്ദേഹത്തിന്റെ മക്കൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. സഖ്യം പാർട്ടി പ്രവർത്തകർ ഉൾക്കൊള്ളും എന്ന് നേതാക്കൾ പ്രതികരിച്ചു. ये हमने फैसला किया है ये दोनों राजनीतिक दलों के बीच में और मुझे पूरा विश्वास है कि ये फैसले का सम्मान कांग्रेस का हर कार्यकर्ता करेगा और आम आदमी पार्टी के भी कार्यकर्ता ये समझौता पूरा इसको मानेंगे. 10 മണ്ഡലമുള്ള ഹരിയാനയിൽ 9 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ AAP മത്സരിക്കും. കുരുക്ഷേത്രയാണ് AAP സീറ്റ്. ഗോവയിലെ 2 സീറ്റുകളും കോൺഗ്രസിന് നൽകി. 2 സീറ്റുകളിലും നേരത്തെ AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇവരെ പിൻവലിക്കും. ചണ്ഡീഗഡിലെ 1 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. സഖ്യമില്ലെങ്കിലും പഞ്ചാബിൽ ഇന്ത്യ മുന്നണി വിജയിക്കും എന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. പഞ്ചാബിൽ ഞങ്ങൾ തമ്മിൽ സഖ്യമില്ല, മത്സരമാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. കാരണം കോൺഗ്രസ് പ്രതിപക്ഷത്തും ആം ആദ്മി പാർട്ടി ഭരണപക്ഷത്തുമാണ്. സഖ്യമില്ലെങ്കിലും പഞ്ചാബിൽ ജയിക്കുന്നത് ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും. ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യ ചർച്ചകൾ കോൺഗ്രസ് തുടരുകയാണ്. തകർന്നിടത്ത് നിന്നാണ് ഇന്ത്യ സഖ്യം വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. കോൺഗ്രസ് ആം ആദ്മി സഖ്യം യാഥാർത്ഥ്യമായതോടെ മറ്റു പാർട്ടികളുമായി എത്രയും വേഗം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രശ്നൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. ചോദ്യം ഇതാണ്: ഇന്ത്യ മുന്നണി ഉഷാറായോ? ഉണ്ണി ബാലകൃഷ്ണൻ, നിതീഷ് കുമാറും ജയൻ ചൗധരിയും ഒക്കെ പോയതോടുകൂടി വലിയ ആശങ്കയിലായിരുന്നു. തൃണമൂൽ കോൺഗ്രസിനോട് സീറ്റ് ഷെയറിങ്ങിൻ്റെ പരാജയം ഉണ്ടാവുന്നു. പഞ്ചാബിൽ സീറ്റ് ധാരണ ഉണ്ടാവുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം ഒന്ന് ഉലഞ്ഞു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പ്രതീക്ഷയുടെ തിരികൊളുത്തി ഡൽഹിയിൽ, ഹരിയാനയിൽ, ഗുജറാത്തിൽ, ഗോവയിൽ, ചണ്ഡീഗഡിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നു. ഉത്തർപ്രദേശിൽ സഖ്യമായി കഴിഞ്ഞു. ജാർഖണ്ഡിൽ സഖ്യമായി കഴിഞ്ഞു. വെസ്റ്റ് ബംഗാളിൽ ചർച്ചകൾ നടക്കുന്നു. ഉഷാറായോ? നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും 2024 2 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ തരുന്നൊരു ദിവസമാണിത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രധാനമായും ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വലിയ തർക്കങ്ങളിലേക്ക് പോകുമായിരുന്ന ഒരു സഖ്യ സാധ്യത അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു, 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. മുമ്പൊക്കെയും ഇവർ ഭിന്നിച്ച് നിന്ന് മത്സരിച്ചപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ളത് BJPക്കാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. 7 സീറ്റിലും തൂത്തുവാരി BJP വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി. അപ്പോൾ അവിടെ ഈ ഒരു സഖ്യം വരുന്നതോടുകൂടി തന്നെ അങ്ങനെ BJPക്ക് ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമാത്രവുമല്ലല്ലോ, തൊട്ടടുത്ത് കിടക്കുന്ന ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം. ആ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ അത്രയും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് BJP തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. അവിടെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി സഖ്യത്തിലെത്തുന്നത്. അവിടെയും സ്വാഭാവികമായും വലിയ അത്ഭുതങ്ങൾ 2024 ഉണ്ടാക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ മറ്റൊരു സഖ്യധാരണ എന്ന് പറയുന്നത് ഗുജറാത്തിൽ സംഭവിച്ചതാണ്. ഗുജറാത്തിൽ 24 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നു. 2022 അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 5 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ നിയമസഭയിലേക്ക് 13% വോട്ടുണ്ട് അവിടെ. ആ 13% ആം ആദ്മി പാർട്ടിയുടെ വോട്ടും പരമ്പരാഗത കോൺഗ്രസിൻ്റെ വോട്ടും കൂടി ചേർന്നാൽ ഗുജറാത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരിയാണ് BJP വിജയിച്ചത്. ആ നേട്ടം അവർക്കുണ്ടാക്കാൻ കഴിയില്ല. ഓഫ് കോഴ്സ് പഞ്ചാബിൽ അവർ നേർക്കുനേർ മത്സരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഗുണം ഇന്നിപ്പോൾ KC വേണുഗോപാൽ തന്നെ വിശദീകരിച്ചതുപോലെ അത് ആത്യന്തികമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിച്ചു വരുന്ന ആരായാലും അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറയും പോലെ തന്നെയാണ് പഞ്ചാബ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു അലയൻസ് പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത് 17 സീറ്റുകളാണ്
കോൺഗ്രസിന് വിട്ടു നൽകിയിരിക്കുന്നത് പിന്നെ സമാജ്വാദി പാർട്ടി എന്ന് മാത്രമല്ല, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇപ്പോൾ ഭാരത് ന്യായ് യാത്രയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഞാൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത്, നോക്കൂ, കഴിഞ്ഞ തവണ 62 സീറ്റുകളിൽ അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ BJPക്ക്. ബാലാക്കോട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മത്സരിച്ചൊരു സംസ്ഥാനമാണ്, വളരെ സെൻസിറ്റീവാണ് BJPയോട്. അവിടെയാണ് ഈ പറയുന്ന 62 സീറ്റുകൾ മാത്രം ആ നിലയിലേക്ക് BJP കഴിഞ്ഞ തവണ ചുരുങ്ങിയത്. അവിടെ 10 സീറ്റ് BSPക്കാണുള്ളത്. പക്ഷേ ഇപ്രാവശ്യം BSP ഒരു അലയൻസിലും ഇല്ല. അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമാണ് അലയൻസിൽ നിൽക്കുന്നത്. ഈ BSPയുടെ ഒരു സവിശേഷത നോക്കിയേ, BSPയിലെ 10 MP കഴിഞ്ഞ പ്രാവശ്യം അവരിൽ ആരൊക്കെ മത്സരിക്കും, ആരൊക്കെയാണ്, എന്താണ് ആ പാർട്ടി ആലോചിക്കുന്നത് തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് വലിയ അജ്ഞതയാണ് അതിൻ്റെ ഈ സിറ്റിംഗ് MP തന്നെയുള്ളത്. അപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഡാനിഷ് അലി ഉണ്ടല്ലോ, ഡാനിഷ് അലി നേരെ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. ഡാനിഷ് അലിയെ സസ്പെൻഡ് ചെയ്തതാണ്. ഡാനിഷ് അലി കോൺഗ്രസിൽ ചേർന്നിട്ട് അമരോഹ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ അഫ്സൽ അൻസാരി എന്ന് പറഞ്ഞ ഗാസിപൂർ MP ആയിട്ടുള്ള അഫ്സൽ അൻസാരി, അയാൾ സമാജ്വാദി പാർട്ടിയിലേക്ക് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ BSPയിൽ നിന്നൊരു ഒഴുക്ക് സമാജ്വാദി പാർട്ടിയിലേക്കും കോൺഗ്രസിലേക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു 20% മുസ്ലിം വോട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു സംശയവും വേണ്ട, അത് ഛിന്ന ഭിന്നമാകുന്ന പ്രശ്നമില്ല. അത് ബ്ലോക്കായിട്ട് ഈ പറയുന്ന ഈ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അലയൻസിലേക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൂടാതെ അവിടെ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതൊരു ആഭ്യന്തര BJPയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അതായത് യോഗി ആദിത്യനാഥ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ഷത്രിയ ഹിന്ദുസ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തെയാണ്. യോഗി ആദിത്യനാഥിനെ ദുർബലപ്പെടുത്താൻ അമിത്ഷാ ശ്രമിക്കുന്നു എന്ന ആ വിഭാഗത്തിനൊരു ചിന്തയുണ്ട്. അതായത് മൂന്നാമതൊരിക്കൽ കൂടി BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ദുർബലനാകാൻ പോകുന്നു, ഒരുപക്ഷെ ഡീത്രോൺ ചെയ്യാൻ പോകുന്നത് യോഗി ആദിത്യനാഥിനെയാണെന്നൊരു പ്രചരണം ആ പാർട്ടിക്ക് അകത്ത് നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ചില ഇളക്കങ്ങൾ അവിടെ സംഭവിപ്പിക്കാൻ ഇടയുണ്ട് എന്ന് നിരീക്ഷകരും ചില പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും കരുതുന്നുണ്ട്. അതുകൂടാതെ യോഗി ആദിത്യനാഥിന് കീഴിൽ ബ്രാഹ്മിൻസ് വലിയ രീതിയിൽ അന്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ 8% വോട്ടുണ്ടേ ബ്രാഹ്മിൻസിന്, താക്കൂർമാരുമുണ്ട്. അപ്പോൾ അവർ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വികാരമുണ്ട്. അതുമൊക്കെ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ഉത്തർപ്രദേശ് ഇപ്രാവശ്യവും ഏകപക്ഷീയമാകില്ല, ഗുജറാത്ത് ഏകപക്ഷീയമാകില്ല, ഡൽഹി ഏകപക്ഷീയമാകില്ല, പഞ്ചാബ് ഏകപക്ഷീയമാകില്ല. ഈ സ്ഥിതി ഇന്ന് സംജാതമായിട്ടുണ്ട്. പിന്നുള്ളൊരു ബീഹാറാണല്ലോ പ്രശ്നം. ബീഹാറിൽ നിതീഷ് കുമാർ യഥാർത്ഥത്തിൽ ഇപ്പുറത്തോട്ട് വന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ നിതീഷ് കുമാറിനെതിരായിട്ടൊരു ആൻറ്റി ഇൻകമൻസി അവിടെ ഓൾറെഡി ഉണ്ട്. ആ ആൻറ്റി ഇൻകമൻസിയെ കവറപ്പ് ചെയ്യുന്നൊരു സാധനം വരുന്നു, ഒരു പുതിയ പ്ലാറ്റ്ഫോം വരുന്നു എന്നുള്ളത്. ആ പുതിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്നെ നിതീഷ് കുമാർ വീണ്ടും NDAയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആ പുതുതായി രൂപപ്പെട്ട പ്ലാറ്റ്ഫോമിന് വലിയ ഇഫക്റ്റ് ഉണ്ടാകില്ല, അതിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രവുമല്ല 2020 അവരോടൊപ്പം ഇല്ലാതിരുന്ന ഇടതുപക്ഷം ഈ മുന്നണിയുടെ ഭാഗമാണ്. അന്ന് 3ാം ബ്ലോക്കായിട്ടാണ് നിയമസഭയിൽ മത്സരിച്ചിട്ടുള്ളത്. CPM ലിബറേഷന് തന്നെ അവിടെ 12 സീറ്റുണ്ട്, MLA മാരുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്രാവശ്യം മാത്രമല്ല അവിടെ ഈ സീറ്റ് വിഭജനം കടുകട്ടിയാവുകയുമില്ല. കാരണം 16 സീറ്റിലാണ് JDU കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചിട്ടുള്ളത്. ആ ക്ലെയിം ഇല്ല. അപ്പോൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ കഴിയും. ബീഹാറിൽ വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന സഖ്യചർച്ചകൾ ഈ സീറ്റ് ധാരണയിലേക്ക് പോകും. മഹാരാഷ്ട്രയാണ് പിന്നെ ഒരു പ്രശ്നം. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തന്നെ 14 സീറ്റുകൾ കോൺഗ്രസിന് കൊടുത്തു കഴിഞ്ഞു, 15 സീറ്റുകൾ ശിവസേന മത്സരിക്കുന്നു. ഈ ആകപ്പാട NCPക്ക് 9 സീറ്റ് കൊടുത്തിട്ടുണ്ട്, 2 സീറ്റെങ്ങാണ്ട് ചെറിയ 2 പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 8 സീറ്റിലാണ് അവിടെ തർക്കം നിൽക്കുന്നത്. ആ 8 സീറ്റുകൾ അടുത്തത് 27-ാം തീയതി മീറ്റിംഗ് നടക്കുകയാണ്, അവിടെ പരിഹരിക്കപ്പെടും. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, കർണാടക, ഈ സംസ്ഥാനങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ തൂത്തുവാരിയല്ലേ BJP ജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. അവിടെയൊക്കെ നഷ്ടപ്പെടാനില്ലേ ഉള്ളൂ BJPക്ക്, നേട്ടമൊന്നും ഉണ്ടാക്കാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി എല്ലാ സ്ഥലങ്ങളിലും വളരെ കൃത്യമായിട്ട് അവരുടെ സഖ്യധാരണ കൊണ്ടുവരുന്നു, അതിനകത്തൊരു ഐക്യം രൂപപ്പെടുന്നു. പശ്ചിമ ബംഗാളിലും പ്രശ്നം പരിഹരിക്കപ്പെടും. ആ അർത്ഥത്തിൽ ഇനിയിപ്പോൾ പശ്ചിമ ബംഗാൾ ജയിച്ചാൽ തന്നെ എന്താ, തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ ജയിക്കുന്നത്, കൂടുതൽ സീറ്റുകൾ നേടുകയെങ്കിൽ അതും ഇന്ത്യ ബ്ലോക്കിന് തന്നെയാണ് ഗുണം ചെയ്യുക. ഞാൻ പറയുന്നത് നമ്മളിതിങ്ങനെ വെറുതെ നിസ്സാരമായി 2024 ഈ ക്ലീനായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, നരേന്ദ്രമോദി ഏകപക്ഷീയമായി വിജയിക്കാൻ പോകുന്നു എന്നൊന്നും കരുതേണ്ട. കാരണം ഞാൻ വിചാരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇപ്പം അശോക് ചവാനെ പിടിക്കുന്നു, കമൽനാഥിനെ പിടിക്കാൻ ശ്രമിക്കുന്നു, മിലിന്ദ് ദിയോറയെ പിടിക്കുന്നു, ഇവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നു, ചരൺ സിംഗിന് പിന്നെ ഭാരത് രത്ന കൊടുക്കുന്നു, നിതീഷിനെ എങ്ങനെയും പിടിച്ച് ഇപ്പുറത്തിരുന്നു. 400 സീറ്റ് വിജയിക്കാനിരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിനാണ് ഇത്രയും ടെൻഷൻ? അപ്പോൾ അടിയൊഴുക്ക് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം അമിത്ഷായ്ക്കുമുണ്ട്, നരേന്ദ്രമോദിക്കുമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ 2024 ഈ 370 സീറ്റ് എന്നൊക്കെ പറയുന്നത് 280 കടക്കുമോ BJP എന്നതിനെക്കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ആശങ്ക ഉണ്ട്. ഞാൻ പറയുന്നത് ഇന്നത്തെ സാഹചര്യമാണ്, അതിനകത്തൊന്നും എനിക്ക് ഭയവുമില്ല. 280 ഞാൻ പ്രതീക്ഷിക്കുന്ന BJPക്ക്. അങ്ങനെ ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും ദേശീയ നേതൃത്വം ഉണ്ടാകുക. ആ അങ്കലാപ്പിലാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയോധ്യ പോലുള്ള വിഷയമൊന്നും ഈ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഈ 2 മാസത്തിന് ശേഷം നടക്കാൻ
നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തമായി വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ ധാരണ രൂപപ്പെട്ടിരിക്കുന്നു. ആ ധാരണ ഒരു റിസൾട്ട് കൃത്യമായി ഉണ്ടാക്കും. കുറഞ്ഞ പക്ഷം അതിശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ രൂപപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഈ നിമിഷമില്ല. ഇന്ത്യ മുന്നണി ഉഷാറായോ എന്നാണ് ചോദ്യം. സ്മൃതി. ഇന്ത്യ മുന്നണി ഉഷാറാവുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നിതീഷ് കുമാർ പോയ ശേഷം ഈ മുന്നണി താറുമാറായി കഴിഞ്ഞു, ഛിന്നഭിന്നമായി എന്ന രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. പല നേതാക്കളും അതിനുശേഷം പോവുകയും ആ രൂപത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. ഇപ്പോൾ സീറ്റ് വിഭജനം കീറാമുട്ടിയാണ് എന്ന് കരുതിയിരുന്ന സീറ്റ് വിഭജനം അതും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനമായി നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയുമായി നടന്നിരിക്കുന്ന സീറ്റ് വിഭജനം തന്നെയാണ്. സമാജ്വാദി പാർട്ടിയുമായി യു പിയിലും മധ്യപ്രദേശിലും ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പരിപാടിയിൽ രാഹുലിൻ്റെ യാത്രയിൽ ന്യായ് യാത്രയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയാണ് അഖിലേഷ് യാദവ്. ആം ആദ്മി പാർട്ടിയുമായി ഡൽഹിയിലും ഗോവയിലും ഹരിയാനയിലും ഗുജറാത്തിലും ധാരണയെത്തിയിരിക്കുന്നു. ശക്തി കേന്ദ്രമായ ആപ്പിൻ്റെ ശക്തി കേന്ദ്രമായ പഞ്ചാബിൽ ധാരണയില്ല എന്ന് പറയുമ്പോഴും ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞ പോലെ ജയിച്ചാൽ ഇന്ത്യ മുന്നണിയാണല്ലോ ജയിക്കുന്നത്, ആ രൂപത്തിൽ അതിനെ കണ്ടാൽ മതി എന്നാണ്. അപ്പോൾ കേരളത്തിലേതുപോലൊരു സാഹചര്യം പഞ്ചാബിലുമുണ്ട്. അപ്പോൾ അവിടെ മത്സരമാണ്. അപ്പോഴും മനസ്സിലാക്കേണ്ടത് BJP എന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളോടെ പ്രവർത്തിക്കുന്ന പാർട്ടി, ആ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ഡൽഹിയിൽ തങ്ങളെ തൂത്തുവാരിയ അല്ലെങ്കിൽ ഡൽഹിയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയ പാർട്ടിയോട് തന്നെ ഐക്യപ്പെടാൻ തീരുമാനിക്കുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ആ രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഐക്യം സാധ്യമാണ് എന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പറയുന്നത് ഈ പശ്ചിമ ബംഗാളിലെ പ്രശ്നം, പശ്ചിമ ബംഗാളിലെ സഖ്യം സാധ്യമായിട്ടില്ല. അത് ഇപ്പോൾ അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് ഒരു പ്രധാന ഘടകമാണ്. അവരുടെ പ്രതികരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ കോൺഗ്രസിന് എത്രത്തോളം വിജയസാധ്യതയുണ്ട്, കഴിഞ്ഞ തവണ 2 സീറ്റിലാണ് വിജയിച്ചിട്ടുള്ളത്, അതിലപ്പുറം എത്രത്തോളം കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്ന പ്രായോഗികമായ ഒരു അന്വേഷണം, അതിനുശേഷമുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തേണ്ടതുണ്ട്. മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. ഇപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗാളിലും മഹാരാഷ്ട്രയിലുമാണല്ലോ. അവിടെ കൂടിയ സഖ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നല്ല അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ യു പിയിലെ ഈ സീറ്റ് ധാരണ എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് രാഹുൽ ഗാന്ധി തോറ്റ സ്ഥലമാണ്. റായ്ബറേലിയിൽ മാത്രമാണ്, സോണിയയുടെ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അവിടെ 17 സീറ്റ് നൽകാൻ തന്നെ അഖിലേഷ് തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു നല്ല സൂചനയായി തന്നെ കാണുകയാണ്. ഇനിയിപ്പോൾ അതിലപ്പുറമുള്ള സീറ്റ് ധാരണ ഇനിയിപ്പോൾ ബംഗാളിലെ കാര്യം അതൊന്ന് പരിഹരിക്കണം. അത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ മറ്റൊന്ന്, ഇനി മാർച്ച് നടത്താനിരിക്കുന്നു, ഇന്ത്യ മുന്നണിയുടെ മാർച്ച്. അത് പാർട്ടിയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നിതീഷിനുള്ള ഒരു മറുപടിയായി മാറുകയാണ്. പല പ്രതീക്ഷകൾക്കൊപ്പമാണ് ഇന്ത്യ മുന്നണി ഇങ്ങനെ ഐക്യപ്പെടുന്നു എന്നുള്ള പ്രതീക്ഷ കൂടി വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന 2 വിധികൾ, ഒന്ന് ചണ്ഡീഗഡുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാം എന്നുള്ളത് തുറന്ന രൂപത്തിൽ തന്നെ വളരെ സുതാര്യമായി എന്നാണല്ലോ എപ്പോഴും BJP അവകാശപ്പെടുന്നത്. സുതാര്യമായി തന്നെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് ജനം കണ്ടു, കോടതി കണ്ടു, അതിരൂക്ഷമായി പ്രതികരിച്ചു. അപ്പോൾ അതുകൂടാതെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിധി, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. 6566 കോടിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വന്തമാക്കിയിരിക്കുന്ന BJP. അതായത് കുറച്ചുകൂടി മുൻപ് വരേണ്ട വിധിയായിരുന്നു. ആ പണം അവർ കൈക്കലാക്കിയിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കേണ്ട പണമാണ് എന്ന് കൂടി കോടതി പറയുമ്പോൾ തിരിച്ചു പിടിക്കേണ്ട കാര്യങ്ങളിലേക്ക് കൂടി കോടതി പോവുകയാണെങ്കിൽ, കാരണം മത്സരം എന്നുള്ളത് തുല്യർ തമ്മിലുള്ളൊരു മത്സരമാണ് ആകേണ്ടത്. അപ്പുറത്ത് തീരെ താഴെ നിൽക്കുന്ന ഒരു അവസ്ഥയിലും ഒരാൾ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്കുമായി കഴിഞ്ഞ ഒരു മത്സരമില്ലല്ലോ. മത്സരമില്ലാത്തൊരു രാജ്യം, ഇനി തെരഞ്ഞെടുപ്പില്ലാത്തൊരു രാജ്യം എന്നതിലേക്കൊക്കെ ഉള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് പ്രതീക്ഷ നൽകുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉഷാറായിരിക്കുന്നു, ഉഷാറായി തന്നെ മുന്നോട്ട് പോകട്ടെ. ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഷെയറിംഗ് വേണ്ടുന്നത് മൊത്തമുള്ള 543 സീറ്റുകളിൽ 280ഓളം സീറ്റുകളിലാണ് സീറ്റ് ധാരണയാകേണ്ടത്. ആ 280 സീറ്റുകളിൽ ഞാൻ മഹാരാഷ്ട്ര കൂടി കണക്കിലെടുത്താൽ ഇനി അവശേഷിക്കുന്നത് 8 സീറ്റുകളിൽ മാത്രമാണ് ധാരണയാവാനുള്ളത്. അത് വെസ്റ്റ് ബംഗാളിലാണ്. എന്ന് പറഞ്ഞാൽ 242 സീറ്റുകളിലും ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. ബാക്കിയുള്ളത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഇനി കർണാടകയാണെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പാർട്ടികൾ മത്സരിക്കുകയോ അതല്ലെങ്കിൽ പരസ്പരം ഫ്രണ്ട്ലി മാച്ച് നടത്തുകയോ ചെയ്യുന്ന സ്റ്റേറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നിലവിൽ 250 തീരുമാനിച്ചു, അതിൽ 242ലും എത്തിയിരിക്കുന്നു എന്നുള്ളത് അരിത്തമാറ്റിക്സ് പ്രകാരം ഇന്ത്യ അലയൻസ് ഉഷാറായി എന്നതിൻ്റെ തെളിവാണ്. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ഇതിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട്. 2 പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധികൾ ഇന്ത്യ മുന്നണിക്ക് അരിത്തമാറ്റിക്സിനും അപ്പുറമുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്.
ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്, കോൺഫിഡൻസ് ലെവൽ. ആ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് കൂടിയിരിക്കുന്നത്? ഇപ്പോൾ സുപ്രീം കോടതി ചണ്ഡീഗഡിലെ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണം BJPയുടെ കരണക്കുറ്റിക്കേറ്റ ആഘാതമാണെന്ന് മാത്രമല്ല, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രതിപക്ഷം സംശയിക്കുന്നത് പോലെ ഇത്തരം മാൽ പ്രാക്ടീസുകൾ, ബാലറ്റ് പേപ്പറിൽ നേരിട്ട് കൃത്രിമം കാണിച്ച് 12ഓളം ബാലറ്റുകൾ അസാധുവാക്കി ഒരു സ്ഥാനാർത്ഥിയെ മേയറായി പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ച ഇന്ത്യയിൽ കാണുമോ എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നതിനെ സാധൂകരിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. അത് ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഒരു കറൻസിക്ക് മൂല്യം നൽകുന്ന ഒന്നാണ്. അത് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം പകർന്ന ഒരു വിധി. രണ്ടാമത്തേതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സുപ്രധാനമായ വിധി. പക്ഷേ ഇത് വളരെ വൈകി വന്ന വിധിയാണെന്നാണ് എൻ്റെ പക്ഷം. ഒരു വർഷം മുമ്പാണ് ഈ വിധി വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയാകുമായിരുന്നില്ല BJPയുടെ അവസ്ഥ പോലും. അത്രയും പർച്ചേസിംഗ് പവർ BJPക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. വാങ്ങിക്കഴിഞ്ഞ പണത്തിന് കണക്ക് കൊടുത്താൽ മതി, ആ പണം തിരിച്ചു കൊടുക്കേണ്ടതില്ല. പണമാക്കാത്ത ഇലക്ട്രൽ ബോണ്ടുകൾ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു പരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് വിധികളും ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസത്തെ കൂട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗ്രീൻ, യെല്ലോ, റെഡ് ലൈറ്റുകൾ വെച്ചുകൊണ്ടൊരു വിശകലനം നടത്തിയാൽ ഗ്രീൻ റെഡ് തിരിഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റുകളുണ്ട്, യെല്ലോയിൽ കിടക്കുന്ന ചില സ്റ്റേറ്റുകളുണ്ട്, റെഡിൽ കിടക്കുന്ന വെസ്റ്റ് ബംഗാളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗ്രീൻ തിരിഞ്ഞിരിക്കുന്ന ഡൽഹി തന്നെയാണ്, ഉത്തർപ്രദേശുമാണ്. ഉത്തർപ്രദേശിൽ പറഞ്ഞതുപോലെ സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള 17 സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുമെന്നുള്ള ഒത്തുതീർപ്പ് ഒരു ഗ്രീൻ സിഗ്നലിലേക്ക് എത്തിച്ചു. അവിടെ BSP മാത്രമാണ് ഇനി ഒരു സ്പോയിലർ ആവുന്നത് എത്രത്തോളം എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയുള്ളത്. പക്ഷേ BSP കാര്യമായ ചലനമോടെ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. ഡാനിഷിൽ പോലും ഇപ്പോൾ മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു ചിത്രവും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഡൽഹിയിലാണ് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയുള്ളത്. ഡൽഹിയിൽ ആ സ്വിങ് വളരെ തന്ത്രപരമായ സ്വിങ്ങാണ്. BJP ആണ് അവിടെ ലോക്സഭാ സീറ്റുകളെല്ലാം കൊണ്ടുപോയത്. 65 നിയമസഭാ സീറ്റുകളിലും BJP ലീഡ് ചെയ്തു 2019. പക്ഷേ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയുള്ള 62 നിയമസഭാ സീറ്റുകളിലും ലീഡ് ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആ ആം ആദ്മി പാർട്ടിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള ഡൽഹിയിൽ 3 സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വഴങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 7 സീറ്റുകളിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് മേധാവിത്വമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പ്രകാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് അവിടെ 5 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് 5 ആണ്. പക്ഷെ മൊത്തം കൊണ്ടുപോയത് BJP ആണ് 65. 7 സീറ്റും BJP 7 സീറ്റും കൊണ്ടുപോയി 5 സീറ്റിൽ നിയമസഭയിൽ 5 അല്ല ലോക്സഭയിൽ 5 സീറ്റില് കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് വന്നു, 2 സീറ്റില് ആം ആദ്മി പാർട്ടി. 4-3 എന്ന് പറയുന്ന ഇക്വേഷനിൽ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല. ഞാൻ കുറ്റം പറഞ്ഞതല്ല. പക്ഷേ ഞാൻ ഈ നിയമസഭയിലെ അരിത്തമാറ്റിക്സ് വെച്ച് ആം ആദ്മി പാർട്ടിക്ക് സ്ട്രോങ് ഹോൾഡായി 2020. പക്ഷേ ആ ആം ആദ്മി പാർട്ടി വഴങ്ങി എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കോൺഗ്രസ് ഇല്ല. അതാണ് വഴങ്ങി എന്നുള്ളത് ആ കോൺഫിഡൻസ്. പക്ഷേ വഴങ്ങാനുള്ള കാരണം എന്താണ്? ED റെയ്ഡാണ്. 7 തവണ ED, CBI. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിൽ CPM ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം നേരിട്ട് വ്യക്തമാക്കുന്നതാണ്. അരവിന്ദ് 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുന്നിൽ മറ്റു വഴികളില്ല. അപ്പോൾ ഗ്രീൻ സിഗ്നലിൽ കിടക്കുന്ന ഡൽഹിയിലെ ഈ കണക്കുകൾ തന്നെ പറയുന്നത് ആ സീറ്റ് ഷെയറിംഗ് ഫോമുല വളരെ എളുപ്പത്തിൽ നടത്താൻ സാധിച്ചു. മറ്റൊന്ന് ഗുജറാത്തിൽ നേരത്തെ പറഞ്ഞു, ഞാൻ അതിൽ ഇനി അധികം കമൻറ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന് മഹാരാഷ്ട്രയിലാണ് യെല്ലോ സിഗ്നൽ കിടക്കുന്നത്. മഹാരാഷ്ട്രയിലെ യെല്ലോ സിഗ്നൽ ഗ്രീൻ സിഗ്നൽ ആവാൻ പോവുകയാണ്. കാര്യം ഉദ്ധവ് താക്കറെ നേരിട്ട് ഫോൺ വിളിച്ചു. ഇനി അവിടെ അവശേഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 8 സീറ്റേ ഉള്ളൂ. 48-ൽ 40-ലും തീരുമാനമായിരിക്കുന്നു മഹാവികാസ് അഘാടി. ബാക്കി അവശേഷിക്കുന്ന 8 സീറ്റാണ്. ആ 8 സീറ്റിലുള്ള ചോദ്യം, നിങ്ങൾ മുംബൈയിൽ ഏതൊക്കെ 3 സീറ്റുകളാണ് പ്രധാനമായിട്ടും കണ്ടൻഷ്യസ് ആയിട്ട് നിൽക്കുന്നത്. ആ 3 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്താൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കും. അതിൽ 2 സീറ്റ് വിട്ടുകൊടുക്കാനുള്ള ധാരണയായി എന്നതാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള 22 പ്രഖ്യാപിക്കും. അതോടുകൂടി മഹാരാഷ്ട്രയിലെ യെല്ലോയും ഗ്രീൻ ആവും. ഇനി അവശേഷിക്കുന്നത് ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഗുജറാത്തിലെ സീറ്റ് ഷെയറിംഗ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ഭറൂച്ച് സീറ്റിൽ ആരായിരുന്നു? അഹമ്മദ് പട്ടേലിന്റെ സീറ്റായിരുന്നു. അഹമ്മദ് പട്ടേൽ 7 വർഷം തുടർച്ചയായിട്ട് 77 മുതൽ 84 വരെ ഉണ്ടാവുകയും പിന്നീട് അത് BJPക്ക് നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് ശേഷം കോൺഗ്രസ് ജയിച്ചിട്ടില്ല. പക്ഷേ അവിടെ അഹമ്മദ് പട്ടേലിന്റെ മക്കളൊന്നും ഗൗരവത്തിൽ മുംതാസും ഫൈസൽ ഇന്നിപ്പോ അവരൊക്കെ തന്നെ വലിയ ശല്യക്കാരായി മാറിയിട്ടുണ്ട്. ആ സീറ്റ് ഭറൂച്ചിലും ഭാവ്നഗറിലും ആം ആദ്മി പാർട്ടിക്ക് വിട്ടുകൊടുത്തതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പട്ടേലിനുമായി ബന്ധപ്പെട്ട അവിടുത്തെ ലോക്കൽ മീഡിയയിലും നോർത്ത് ഇന്ത്യൻ മീഡിയയിലും ഒക്കെ വളരെ സജീവമായ ചർച്ചയാണ്. മുംതാസിന്റെയും ഫൈസലിന്റെയും ട്വീറ്റുകളടക്കം. അവിടെ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഴങ്ങാൻ തയ്യാറായി എന്നുള്ളതും ഒരു ശുഭസൂചനയാണ്. ആ അർത്ഥത്തിൽ അവിടെയും ഗ്രീൻ സിഗ്നൽ വീണ് കഴിഞ്ഞു. ഇനി വീഴേണ്ടത് വെസ്റ്റ് ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ 8 സീറ്റുകൾ, നേരത്തെ പറഞ്ഞത് ബൈനോക്കുലർ വെച്ചാൽ പോലും 3ാമത്തെ സീറ്റ് കോൺഗ്രസിന് കാണില്ല എന്നാണ്
മമതാ ബാനർജി പറഞ്ഞൊരു വാചകം, ഒരു ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ട് പോലും മൂന്നാമത്തെ സീറ്റ് കൊടുക്കാനില്ല എന്നുള്ളതാണ്. കാരണം വേണ്ടത്ര അവിടെ ഇലക്ട്രൽ പ്രാതിനിധ്യം കോൺഗ്രസിനില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അവിടെയും മമതാ ബാനർജിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു അലയൻസ് മുന്നോട്ട് പോകുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ ട്വീറ്റിലും പറയുന്നത്. ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് ചർച്ചകൾ നടക്കുന്നു, ഒരു ശുഭസൂചനയുണ്ട്. പക്ഷേ ഒരു സീറ്റ് കൂടി, ഇപ്പോൾ സൗത്തിൽ 2 സീറ്റ് കൊടുത്തിട്ടുണ്ട്, നോർത്തിലുള്ള ഒരു സീറ്റ് ഡാർജിലിംഗോ മാൾഡയോ ആണ് ആവശ്യപ്പെടുന്നത്. ഇതിലേതെങ്കിലും ഒരു സീറ്റ് കൂടി കോൺഗ്രസിന് കിട്ടുന്ന പക്ഷം ആ ചർച്ചയും അവിടെ വിജയിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 250 ഡിസിസീവായ സ്റ്റേറ്റുകളിലെ സീറ്റ് ഷെയറിംഗ് പൂർത്തിയാക്കുന്നു എന്നുള്ളത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തിലായിരിക്കും ഈ മാർച്ച് മാസം 3-ാം തീയതി ജനമഹാവികാസ് റാലി നടക്കാൻ പോകുന്നത്. ആ ജനമഹാവിശ്വാസ് റാലിയിൽ നിതീഷ് കുമാർ പോയാലും അലയൻസിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള കൈകോർത്ത് പിടിക്കലായിരിക്കും. അത് ഫിനിക്സ് പക്ഷിയെ പോലെ ഇന്ത്യ മുന്നണി ഉയർന്നു വരുന്നതിൻ്റെ സൂചനയായിരിക്കും എന്ന് ഞാൻ കാണുന്നു. നികേഷ് കുമാർ. തീർച്ചയായും നിങ്ങളെല്ലാം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അരിച്ചെടുത്ത് നിങ്ങൾ പറയാത്ത മേഖലകളിൽ മാത്രം എൻ്റെ അഭിപ്രായ പ്രകടനം ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തർപ്രദേശ്, ദില്ലി, ഹരിയാന, ഗുജറാത്ത്, ഗോവ, ഝാർഖണ്ഡ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, എന്തിന് ചണ്ഡീഗഡിൽ പോലും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബംഗാൾ മാത്രമാണ് ഈ ഒരു കീറാമുട്ടി എന്നുള്ള നിലയിൽ ബാക്കി നിൽക്കുന്നത്. അവിടെ 5 സീറ്റുകളാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതിനിടയിൽ 2-നും 5-നും ഇടയിലുള്ള സീറ്റുകൾ കൊടുത്ത് കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാകും എന്ന് ഇന്ന് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച ജയറാം രമേശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി വ്യക്തമായിരിക്കുന്നു. അത് എന്നേക്കുമായി അടഞ്ഞു എന്ന് നേരത്തെ മായാവതി പറഞ്ഞതൊന്നും നിലനിൽക്കുന്നില്ല. അത് തുറന്നു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ലെഫ്റ്റ് വേറെ ആയിരിക്കും മത്സരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്നോ അല്ലെങ്കിൽ വലിയ നിലയിൽ ബുദ്ധിമുട്ടാകുമെന്നോ കരുതിയിരുന്നത് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഹകരണമായിരുന്നു. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഹകരണം വളരെ എളുപ്പത്തിൽ സംഭവിച്ചു എന്നുള്ളത് ഈ സീറ്റ് വിഭജന ചർച്ചയിലെ ഒരു അത്ഭുതമാണ്. നമുക്കറിയാവുന്ന പോലെ 2013 ഡൽഹിയിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റി ആം ആദ്മി പാർട്ടി വന്നത്. 2022 അതായത് ഒരു 1.5 വർഷം മുമ്പാണ് പഞ്ചാബിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ളൊരു ശത്രുതയുടെ അളവ് വലുതായിരിക്കുമല്ലോ. ആ അളവ് യഥാർത്ഥത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു. അതിന് അരവിന്ദ് കെജ്രിവാളിനെ ഈ ഏജൻസികൾ വേട്ടയാടുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടെന്നാണ് കരുതേണ്ടത്. ശരിയാണ്, ബീഹാറിൽ നിതീഷ് കുമാർ പോയതും ഉത്തർപ്രദേശിൽ RLD പോയതും ഒക്കെ തന്നെയും വലിയ നിലയിൽ തിരിച്ചടി ആകും എന്നുള്ളത് ഒരു ആശങ്കയാണ്. പാതി വഴിയിൽ RLD ഇല്ലത്തുനിന്ന് ഇറങ്ങി കർഷക സമരം ഉള്ളതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രഷർ. നിങ്ങളുടെ വോട്ട് ബാങ്ക് എന്താണ്? കർഷകരാണ് പശ്ചിമ ഉത്തർപ്രദേശില്. അപ്പോൾ ആ വോട്ട് ബാങ്കിൽ നിന്നുകൊണ്ട് അവർക്ക് BJPയോടൊപ്പം ഇപ്പോൾ പോകാൻ മാത്രമല്ല, കർഷക സമരത്തിൻ്റെ പോക്ക് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായി ആ സമരം എത്തിക്കാൻ വേണ്ടി അതിൻ്റെ സംഘാടകർ പരിശ്രമിക്കുന്നുണ്ടെന്നാണ്. ഇന്നും നാളെ ഒന്നും സമരമില്ല, 27-ാം തീയതി ഇനി സമരമുള്ളൂ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. RLDക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ സഖ്യം ചേരുമായിരിക്കും, NDAയിൽ ചേരുമായിരിക്കും, പക്ഷേ അവർക്ക് അവരുടെ വോട്ടർമാരെ, അവരുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസിയെ ഫേസ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതേ സമയം ബീഹാറിൽ നോക്കിയാട്ടെ, ബീഹാറിൽ തേജസ്വിൻ്റെ യാത്ര വലിയ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറിനെ കുറിച്ച് നമുക്ക് കേൾക്കാനേ ഇല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം അവിടുത്തെ CPIMLൻ്റെ നേതാവ് പറഞ്ഞത് നിതീഷ് കുമാറിൻ്റെ എക്സിറ്റ് ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. ദീപാങ്കർ ഭട്ടാചാര്യ ദ വയറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഈ മഹാഗഡ്ബന്ധൻ്റെ സീറ്റ് വിഭജനത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കി എന്ന്. അതായത് CPIML അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ മത്സരിക്കുകയാണ്. CPIMLൻ്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ്. CPIML 17 അസംബ്ലി സീറ്റിൽ മത്സരിച്ച് 12 നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 സീറ്റുകളിൽ CPIML മത്സരിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷ ബ്ലോക്ക് കുറച്ചുകൂടി വലുതാവും. അവർക്ക് ജയിക്കാൻ കഴിയുകയാണെങ്കിൽ ഇടതുപക്ഷ ബ്ലോക്ക് കുറച്ചുകൂടി വലുതാകും. ഇപ്പോൾ ഇന്നത്തെ നിലയിൽ തന്നെ CPM ആകെയുള്ളത് 3 ലോക്സഭാ സീറ്റുകൾ മാത്രമേ ഉള്ളൂ.
അപ്പോൾ 5 സീറ്റുകളിൽ മത്സരിക്കുകയും അവിടെ ഒരു വിജയം CPIM-ൽ ഉണ്ടാക്കുകയും ചെയ്താൽ ഇടതുപക്ഷ ബ്ലോക്ക് വിപുലമാകും എന്നുള്ളതാണ്. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. CPM-നും CPI-ക്കും ഓരോ സീറ്റ് മത്സരിക്കാൻ കിട്ടുകയാണ്, ഒറ്റക്കാര്യം കൊണ്ട്, നിതീഷ് പോയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പൊട്ടുന്നേ. മാത്രമല്ല നിതീഷിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞല്ലേ വരുന്നത് തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ. ഇപ്പൊ അവസാനം വെച്ച 42 43 സീറ്റേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 75 സീറ്റ് BJPക്ക്, 79 സീറ്റ് RJDക്ക്. കക്ഷി RJD ആണ്. മാത്രമല്ല അവിടെ പസ്വാന്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. ഇല്ല, പസ്വാനൊക്കെ തന്നെയും ആര് കൂടുതൽ സീറ്റ് കിട്ടുന്നു അവിടെ നിൽക്കുന്ന പാർട്ടിയാണല്ലോ. അതാണ്. പക്ഷെ എങ്കിൽ പോലും നിതീഷിന്റെ ഒപ്പം കിടക്കാൻ കഴിയാത്തൊരവസ്ഥ പസ്വാൻ എത്രയോ കാലമായിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ തന്നെ ഈ നിതീഷിനെ കൊണ്ടുവന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ RLDയെ കൊണ്ടുവന്ന കാര്യത്തിലൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ NDA ഫലം കൊയ്തിട്ടുണ്ടോ എന്ന സംശയം ഉയരുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചു, അത് നമുക്കറിയാം. പ്രാണപ്രതിഷ്ഠ, അതുപോലെ തന്നെ ഭാരതരത്നം കൊടുത്ത് ഈ പറയുന്ന JDU-നെയും അതുപോലെ തന്നെ RLDയെയും കൊണ്ടുവന്നതൊക്കെ തന്നെയും വലിയ ഒരു തേരോട്ടായിരുന്നു അല്ലേ NDA നടത്തിക്കൊണ്ടിരുന്നത്. അതിന് തിരിച്ചടിയായിട്ടാണ് പിന്നീട് ചണ്ഡീഗഡ് വിധി വന്നിട്ടുള്ളത്, ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധി വന്നിട്ടുള്ളത്. ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മോറൽ വിക്ടറി അവർക്ക് നഷ്ടപ്പെട്ട പോലെ നമുക്ക് ഈ ചണ്ഡീഗഡ് വിധിയിലൂടെ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ കഴിയും. കാരണം ഞാൻ എല്ലാ നാഷണൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ആശങ്കപ്പെടാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമക്കേട് BJP നടത്തുക എന്നുള്ളതാണ്. സർവത്ര കുഴപ്പമാണല്ലോ. ഏത് രംഗത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP കൃത്രിമം കാണിക്കുന്നുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കക്ഷി അധികാരത്തിലേറാൻ സമ്മതിക്കില്ല. ഇനി ഒരു പ്രതിപക്ഷ കക്ഷി വന്നാൽ തന്നെ അവിടെ ഡിഫെക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇനി അവിടെ BJP ഇല്ലയെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ കേരളത്തിൽ നിയമസഭയിൽ BJP ഇല്ലല്ലോ, ഉടനെ ഗവർണറെ ഉപയോഗിച്ചിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് മെഷീനെ ഉപയോഗിക്കും എന്നുള്ള ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ചണ്ഡീഗഡിൽ കണ്ടതും അത് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ അതെ, ആ നിലയിൽ ഒരു വിശാലമായ, നമ്മളിപ്പോൾ നോക്കൂ, ഒരു ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിക്കാൻ കഴിയുന്നവർക്ക് സ്വാഭാവികമായും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്, ആശങ്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അത് നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ യഥാർത്ഥത്തിൽ BJPക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കുറച്ചുകൂടിയൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ കോൺഗ്രസ് ഒറ്റയ്ക്ക് BJPയെ നേരിടേണ്ട ഇടങ്ങളിലാണ് പ്രതിസന്ധി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് നേരിട്ട് 150 മണ്ഡലങ്ങളിൽ BJPയെ നേരിടേണ്ടതുണ്ട്. ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അന്തിമമായ ഫലം എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് അതിന് കഴിയുമോ? കോൺഗ്രസ്സിന് ആ നിലയിൽ ഇപ്പം വെറും നമ്മൾ ഈ പറഞ്ഞ പോലെ 1-1 2 അതിനപ്പുറത്തേക്ക് ഒരു സഖ്യം വെറും റെട്രിക്കിൽ ഇപ്പം നമ്മൾ 2017 കണ്ടതാണ്. ഇതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ബീഹാർക്കയിലെടുക്കെ എന്നാണ് അഖിലേഷ് യാദവിനെയും രാഹുൽ ഗാന്ധിയെയും വിളിച്ചുകൊണ്ട് രണ്ടുപേരും ഒരേപോലുള്ള കുപ്പായൊക്കെ ഇട്ട് വലിയ നിലയിൽ ഒരു പ്രകടന പരതയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങൾ അപ്പടി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയും കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് BSPയുമായി RLDയുമായി ചേർന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഒന്നും പിന്തുണയില്ലാതെ വളരെ അപ്രസക്തമായി കിടക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതാണല്ലോ നമ്മൾ വലിയ നേട്ടമായി കാണുന്നത്. അതുകൊണ്ട് വെറും ഒരു റെട്രിക്കിൽ ഒതുങ്ങരുത്, ബദൽ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ആശയപ്രകാശനം വേണം. ആ നിലയിൽ തന്നെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ബദൽ രൂപപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അത് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നേട്ടം അവകാശപ്പെടാൻ സാധിക്കൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. 1-2 കാര്യങ്ങളൂടെ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത്, ഇവിടെ ഓരോ സംസ്ഥാനങ്ങളിലെയും സഖ്യം മാത്രമല്ല, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സവിശേഷമായ പ്രശ്നങ്ങളും ഇപ്പോൾ അനുകൂലമായൊരു അന്തരീക്ഷം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണി വിജയിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പം മറാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മറാത്ത കാസ്റ്റിന് റിസർവേഷൻ കൊടുക്കണം എന്നുള്ളത്?
മഹാരാഷ്ട്രയിൽ 19 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നതിൽ 12 പേരും മറാത്ത കാസ്റ്റിൽ നിന്ന് വന്നവരാണ്. ആ പ്രശ്നം അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ അശോക് ചവാനെ പോലെ ആളെ പിടിച്ചിപ്പുറത്ത് കൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അവിടെ ബ്രാഹ്മണർ അനുഭവിക്കുന്നുണ്ട്. ക്ഷത്രിയ ഹിന്ദുക്കളും ദേശീയ നേതൃത്വമായി പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സന്ദേശ് ഖലീൽ ബംഗാളിൽ വിഷയമുണ്ട്, മണിപ്പൂരിൽ വിഷയമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സവിശേഷമായ പ്രശ്നങ്ങൾ കൂടി വളരെ, പിന്നെ ഓഫ് കോഴ്സ് കർഷക പ്രതിഷേധം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി വരികയും ഈ പറയുന്ന സഖ്യം നോക്കൂ, കർണാടക ഒറ്റയ്ക്ക് കേരളത്തിന്റെ മാതൃകയിൽ ദില്ലിയിൽ പ്രതിഷേധം നടത്തി. സാമ്പത്തിക പ്രശ്നം, ഫിസ്ക്കൽ ഫെഡറലിസം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും, ഭരിക്കുന്ന കക്ഷികളെ എല്ലാവരെയും, അതിൽ മമതാ ബാനർജി മാത്രമാണ് ആ അർത്ഥത്തിൽ നേരിട്ട് ഒരു പ്രതിഷേധം നടത്താത്തത്. അവർ അവരുടേതായി പ്രതിഷേധിക്കുന്നു. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഈ പ്രശ്നമുണ്ട്, കർണാടകയിൽ പ്രശ്നമുണ്ട്, കേരളത്തിൽ പ്രശ്നമുണ്ട്, ഡൽഹിയിലുണ്ട്, പഞ്ചാബിലുണ്ട്. നാഷണൽ കോൺഫറൻസ് മാത്രമാണ് അതിൽ നിന്ന് വിട്ടുപോയത്. ഇപ്പൊ ജാർഖണ്ഡ് മുഖ്യമന്ത്രി അകത്താണെന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ വിവിധ വിഷയങ്ങൾ ഓരോ സംസ്ഥാനത്തും കൂട്ടിയോജിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അരിത്തമാറ്റിക്സ് ഉണ്ട്. അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്ക, ദർ ഈസ് അരിത്തമാറ്റിക്സ് ബട്ട് ദർ ഈസ് നോ കെമിസ്ട്രി എന്നതായിരുന്നു എൻ്റെ റീഡിംഗ്. ബട്ട് നൗ അരിത്തമാറ്റിക്സ് ഈസ് സ്ലോലി എമർജിങ്. അരിത്തമാറ്റിക്സ് അവിടെ രൂപപ്പെട്ടു വരുന്നു. ഒപ്പം തന്നെ ഒരു രസതന്ത്രവും രൂപപ്പെട്ടു വരുന്നു. ആ രാഷ്ട്രീയ രസതന്ത്രമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ 5-6 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുഗുണമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു കളയുകയെ നിതീഷ് കുമാർ, ഇപ്പോൾ കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ തോന്നാം നിതീഷ് കുമാർ നിങ്ങൾ ഈ ഇന്ത്യ മുന്നണിയോട് ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഗംഭീരവും അവിടുന്ന് വിട്ടുപോകുമ്പോഴത്തേക്കും അതങ്ങ് കഴിഞ്ഞു. അങ്ങനെയല്ലത്. നിതീഷ് കുമാർ അവിടെ ശക്തി ക്ഷയിച്ചു വന്നിരുന്നൊരു പാർട്ടിയാണ്, പാർട്ടിയുടെ നേതാവാണ്. ആ പാർട്ടി ഒരു റിസർജൻസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലൂടെ ബീഹാറിൽ ഉണ്ടാക്കിയത്. അതിൽ നിന്ന് നിതീഷ് കുമാർ മാറുമ്പോൾ ബാക്കിയുള്ള പാർട്ടികൾ ഈ എപ്പോഴും ബീഹാർ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ശക്തി പകർന്നിട്ടുള്ളൊരു ഒരു സംസ്ഥാനമാണ്, അല്ലെ? സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തമായി നിന്നിട്ടുള്ള, അടിയന്തരാവസ്ഥയ്ക്ക് നിന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നിതീഷ് കുമാറിനെ തിരിച്ചു കൊണ്ടുപോകുന്നത് വഴി ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഇന്ത്യക്ക് അവിടെ ഉണ്ടാക്കാൻ തൽക്കാലം സാധ്യമല്ല എന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സഖ്യധാരണകൾക്കൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വരുന്ന വിഷയങ്ങളും അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിശക്തമായ ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. ഒന്നുകൂടി കൂട്ടിച്ചേർത്തോട്ടെ, ഒരു വിഷയം കൂടി ഉണ്ട്. ഉണ്ട്. എൻ്റെ 1-2 വാചകങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രധാനമായും നിരീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. അരവിന്ദ് കെജ്രിവാളിന് 7ാമത്തെ സമൻസ് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ ശരത് പവാർ പറഞ്ഞിരിക്കുന്നു 1-2 ദിവസത്തിനുള്ളിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി ആശങ്കപ്പെടുന്നു, അവർക്ക് ഭീഷണിയുണ്ട്, കോൺഗ്രസുമായി നിങ്ങൾ സഖ്യം ചെയ്യുകയാണെങ്കിൽ അത് വേഗത്തിലാകും എന്ന്. ആ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് കരുതാൻ നമുക്ക് കാരണങ്ങളില്ല. കാരണം ഇതിനേക്കാൾ കുറഞ്ഞ കാരണത്താലാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ അത് കുറച്ചുകൂടി വൈകാരികമായ ഒരു അന്തരീക്ഷം യഥാർത്ഥത്തിൽ സൃഷ്ടിക്കും. അപ്പോൾ ഇന്ത്യ മുന്നണി ഉഷാറായോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.